أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولمصنف الكتاب ولشراحه ولجميع المسلمين والمسلمات. باب ഖൗഫിൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉർ. ഇമാം ബുഖാരി തങ്ങളുടെ ഒരു പ്രത്യേക ബാബാണിത്. ഇതുവരെ നമ്മൾ പ്രസ്താവിച്ച് പോന്നത് ഈമാനിൻ്റെ പരിപൂർണതയ്ക്ക് അമല് സഹായകമാണ്. അമലും ഈമാനും വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് കാമിലായ മൂമിനാവുന്നത്. അമലുകളിൽ വീഴ്ച വരുന്നതിനനുസരിച്ച് നുക്സാൻ ഉണ്ടാവും ഈമാനിന് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടും ഒരുമിച്ച് പോകണം. എന്നാൽ അതിന് വിരുദ്ധമായി പറയുന്ന കക്ഷികളുണ്ട്. അമല് വേണ്ടതില്ല, ഈമാൻ നന്നായാൽ മതി എന്ന്. ഈമാൻ ഉണ്ടായാൽ രക്ഷപ്പെടും, തെറ്റുകൾ ചെയ്താൽ എന്തില്ല, അതിന് ശിക്ഷയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ പേരാണ് മുർജിഅ. ഇതുവരെ പരോക്ഷമായിട്ട് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നതൊക്കെ. എന്നാൽ വളരെ കഠിനമായിക്കൊണ്ട് അവരെ മാത്രം തകർക്കാൻ വേണ്ടി ഇമാം ബുഖാരി തങ്ങളിട്ടിരിക്കുന്ന ഒരു ബാബാണിത്. ഇതുകൊണ്ട് മഹാനവറുകൾ ഉദ്ദേശിക്കുന്നത് മുർജിയത്തിൻ്റെ വാദം പൊളിക്കലാണ്. അതിന് കരുതിക്കൂട്ടി തന്നെയാണ്. എന്താ പറഞ്ഞത്? ബാബു ഖൗഫിൽ മുഅ്മിൻ, മൂമിനായ മനുഷ്യൻ പേടിക്കുന്നത് സംബന്ധിച്ച ബാബാണ്. മൂമിനായ മനുഷ്യൻ എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കും. മിൻ അൻ യഹ്ബത അമലുഹു, അവൻ്റെ അമൽ പൊളിഞ്ഞു പോകുന്നതിന് തൊട്ട്. ചെയ്ത നല്ല അമലുകളൊക്കെ പൊളിഞ്ഞു പോവുക. ഓവലാശ്വർ, അവൻ അറിയാത്ത നിലക്ക്. അങ്ങനെ നമ്മൾ ചെയ്ത അമലൊക്കെ നമ്മൾ അറിയാത്ത നിലക്ക് പൊളിഞ്ഞു പോകുമോ എന്ന ഭയം ബാധിച്ചിരുന്നു മുൻഗാമികളായ ആളുകൾക്ക്, നല്ലവരായ ആളുകൾക്ക്. അപ്പോൾ അതെന്താ അങ്ങനെ? അമല് പൊളിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, നാളെ പരലോകത്തിലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അമല് ഈമാൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഈമാൻ കൊണ്ട് മാത്രം എന്താക്കൂല, രക്ഷപ്പെടൂല. ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അവന് അമൽ നന്നാവണം എന്നാണ് നമ്മളിതുവരെ സമർത്ഥിച്ചത്. അപ്പം മുഅ്മിനീങ്ങളും നരകത്തിൽ കിടക്കുമല്ലോ. എന്തിനാണ് കിടക്കുന്നത് മുഅ്മിനീങ്ങൾ നരകത്തിൽ കിടക്കുന്നത്? അമലില്ലാത്തത് കൊണ്ട്, അമൽ പടക്കായത് കൊണ്ട്, നല്ല അമൽ കുറഞ്ഞത് കൊണ്ട്. അവിടെ തുലാസും തൂക്കലും ഒക്കെ ഉണ്ടല്ലോ. ആ തൂക്കിയിട്ട് അമൽ നല്ലതാണെങ്കിൽ എന്താക്കും? നന്നായ അമൽ തൂങ്ങിയാൽ അവന് അതിൻ്റേതായിരിക്കുന്ന രക്ഷ കിട്ടും. മറ്റേതാ തൂങ്ങുന്നതെങ്കിലോ, ഉമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ ഉമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഷർറിൻ്റെ തട്ടാണ് തൂങ്ങുന്നതെങ്കിലോ അവൻ അതിൻ്റെ ശിക്ഷ കിട്ടും. ഒന്നുകിൽ അള്ളാഹു തആല ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ പുറത്തു കൊടുക്കും. അള്ളാഹുവിൻ്റെ അവതാരം പോലെ ഇരിക്കും. അങ്ങനെയാണല്ലോ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ മൂമിനീങ്ങളൊക്കെ പേടിച്ചിരുന്നു അമൽ പൊളിഞ്ഞു പോകും എന്ന കാര്യത്തിൽ എന്ന്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, മുർജിയാക്കൾ അവർ പറയും ലാ യളുറു മഅൽ ഈമാനി ദംബുൻ അസ്ല, ഈമാനോട് കൂടെ തെറ്റുകളൊന്നും ഒരു ദോഷവും ചെയ്യില്ല, ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് അവർ പറയാറുണ്ട്. അതവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ഇത്തിബാഉൽ ജനാദത്തി മിനൽ ഈമാൻ എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ബാബിട്ടിരിക്കുന്നത്. അവിടെയും ചില പ്രത്യേകതയുണ്ട്. ഇത്തിബാഉൽ ജനാസത്ത് ഇഹ്തിസാബൻ, ഈമാനൻ ഇഹ്തിസാബൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാലിസായ ഇഖ്ലാസായ നിലക്ക് ജനാസയുടെ പരിപാലനത്തിൽ പങ്കെടുക്കണം. അത് ഈമാനിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പം ജനാസയിൽ പങ്കെടുക്കൽ എങ്ങനെയാണ്? ജനാസയിൽ പങ്കെടുക്കൽ അതിൻ്റെ ഉറ്റവരും മിത്രങ്ങളും അവരെ ആൾക്കാരൊക്കെ കാണണം. അവരെ സമാധാനിപ്പിക്കണം എന്നുള്ള നിലക്കാണ്. സമാധാനിപ്പിക്കൽ ഒരു അമൽ തന്നെ. ഞാൻ വാപ്പ മരിച്ചിട്ട് ഞാൻ വന്നില്ലല്ലോ എന്ന് പറയരുത് എന്ന് കരുതിയും കൂടിയാണ് നമ്മൾ പോയത്. മക്കളൊക്കെ പിന്നെയും കാണണ്ടേ, വാപ്പയെല്ലാം മരിച്ചു പോയുള്ളൂ എന്ന് നമ്മൾ കരുതും. അപ്പോൾ അതിൻ്റെ ഉടനെ തന്നെ ഇത് കൊടുത്തപ്പോൾ അതിനൊരു പ്രത്യേകത കൽപ്പിച്ച് കൂട്ടലുണ്ട്. അപ്പോൾ ഇവിടെ ഇഹ്തിസാബൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു ഉദ്ദേശവും ഇല്ലാതെ അതിൽ പങ്കെടുക്കുമ്പോഴാണ് ഖീറാത്തിൻ്റെ കൂലി കിട്ടുന്നത് എന്നാണ് സമർത്ഥിച്ചിരിക്കുന്നത്. എന്നാൽ അതങ്ങനെ തന്നെ വേണം, ഖാലിസാവണം. ഖാലിസ് അല്ലെങ്കിൽ പിന്നെ അതോടുകൂടെ മറ്റത് തഅസിയത്ത്, സമാധാനിപ്പിക്കലാണെങ്കിൽ അതിന് പ്രത്യേക വേറെ കൂലി ഉണ്ടാവും.
അല്ലാതെ ഞാനങ്ങനെ പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന ഹാജർ കാണിക്കലും കൊടുക്കലും ഒക്കെ ആവുന്ന ഉദ്ദേശം ഉണ്ടാവരുത് എന്നുകൂടെ ഇതിനൊരു സൂചനയുണ്ട് എന്ന് ഇതിൻ്റെ വ്യാഖ്യാനം നടത്തിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ പറയുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് അവനെ രക്ഷപ്പെടുന്നത്. പ്രവൃത്തി ഇല്ലെങ്കിൽ ഇഹ്ബാത്ത് പൊളിച്ചു കളയും. ഇഹ്ബാത്ത് എന്ന് പറഞ്ഞാൽ ചെയ്ത അമലുകളൊക്കെ പൊളിച്ചു കളയുന്ന പ്രവൃത്തികൾ ഉണ്ടാവാറുണ്ട്. അത് ഇവിടെയും ഉണ്ടാവും. ഖാലൽ ഖാദി അബൂബക്കറുൽ അർബി ഫി റദ്ദി അലൈഹിം അൽ ഖൗലുൽ ഫസ്ൽ ഫി ഹാദാ അന്നൽ ഇഹ്ബാത്താനി എന്ന് പറയുന്നു. പൊളിച്ചു കളയൽ രണ്ട് ജാതി പൊളിച്ചു കളയലുണ്ട്. അമലിന് പൊളിച്ചു കളയൽ, ഹസനാത്തിന് പൊളിച്ചു കളയൽ. ഒന്ന് ആ സാധനത്തിന് തന്നെ ഇല്ലാതാക്കുക, തീരെ ഇല്ലാതാക്കുക. ഏതുപോലെ ഈമാന് കുഫറിനെ പൊളിച്ചു കളയും. ഒരാൾ വിശ്വാസിയായി കഴിഞ്ഞാൽ അവൻ്റെ കുഫറിൻ്റെ കാലത്തുള്ള എല്ലാ തെറ്റുകളും പൊളിച്ചു കളയും എന്ന് നമ്മൾ വ്യക്തമായ ഹദീസ് പഠിച്ചല്ലോ. അതേ പ്രകാരം കുഫർ ഈമാനും പൊളിക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ കുഫറിലേക്ക് പോയാൽ അവൻ്റെ ഈമാനോട് പിന്നെ ഒരു പ്രസക്തിയില്ല. മുർത്തദ്ദായി പോയാൽ അതൊക്കെ കഴിഞ്ഞു. അത് ഇഹ്ബാത്തു ഷൈഇ ഷൈഇയാണ്. അതിനെ എന്താക്കലാണ്, പോക്കലാണ്. വദാലിക ഫിൽ ജിഹത്തേനി ഇദ്ഹാബുൻ ഹക്കീക്കിയുൻ. ഇതാണ് ഹക്കീക്കിയ പോക്കൽ, പൊളിച്ചു കളയൽ. ഈമാനിനെ കുഫർ പൊളിച്ചു കളയും, കുഫറിനെ ഈമാൻ പൊളിച്ചു കളയും എന്നുള്ളത് പാടെ പൊളിച്ചു കളയുന്നതാണ്. അത് ഹക്കീക്കിയാണ്. രണ്ടാമത്തത് ഇഹ്ബാത്തുൽ മുവാസന, പരസ്പരം തൂക്കിയിട്ട് ഏതാണ് കൂടുതൽ തെറ്റ് എന്നൊക്കെ നോക്കുന്ന, ഏതാണ് കൂടുതൽ ഏതാണ് താഴ്ന്നത് എന്നൊക്കെ നോക്കുന്ന മുവാസന, താരതമ്യ പഠനം. അതായത് ഇദാ ജുഇലത്തിൽ ഹസനാത്ത് ഫി കഫത്തിൻ, ഒരു തുലാസിൻ്റെ തട്ടിൽ ഹസനാത്തിനിടുക, മറ്റേ തട്ടിൽ സയ്യാത്ത് ഇടുക. എന്നിട്ട് ആരുടെ ഹസനാത്ത്, ഏത് തട്ടിൻ്റെ ഹസനാത്തിൻ്റെ തട്ടാണ് മുൻതൂക്കമാകുന്നതെങ്കിൽ നജാ, രക്ഷപ്പെട്ടു. അതാണ് മീസാൻ. ഒമൻ സഖലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. മവാസീന് തൂക്കമായാൽ, നല്ല ഹസനാത്തിൻ്റെ മവാസീന് തൂക്കമായാൽ ഫഹുവ ഫീ ഈശത്തിർ റാദിയ. മുഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ആവിയ. അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ വ്യക്തമാണ്. ഒമൻ റുജ്ജിഹത്ത് സയ്യാത്തുഹു വഖഫ. സയ്യാത്ത് കൂടുതലാണെങ്കിൽ, മുൻതൂക്കമായാൽ, അവിടെ ഒന്നുകൂടെ ആലോചിക്കണം. ഫിൽ മഷിയത്തി ഇമ്മാ അൻ യഗ്ഫിറ ലഹു, അല്ലെങ്കിൽ ഇമ്മാ അൻ യുഗ്ഫറ ലഹു, ഇമ്മാ അൻ യഗ്ഫിറ ലഹു, അള്ളാഹു എനിക്ക് പുറത്തു കൊടുത്തേക്കാം. വഇമ്മാ അൻ യുഅദിബ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ശിക്ഷിച്ചേക്കാം. അത് രണ്ടും അള്ളാഹിൻ്റെ പവറാണ്. അപ്പോൾ ഹസനാത്ത് മുൻതൂക്കമായാൽ അവന് സ്വർഗത്തിൽ തന്നെ നല്ല വഴിക്ക് രക്ഷപ്പെട്ടു. സയ്യാത്ത് മുൻതൂക്കമായാൽ അവിടെ അള്ളാഹുവിൻ്റെ ഔദാര്യം പോലെ ഇരിക്കും. അള്ളാഹുവിനെ ശിക്ഷിക്കുക നീതിയാണ്. ശിക്ഷിച്ചാലൊന്നുമില്ല, നീതിക്ക് കേടില്ല. പക്ഷെ ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തെന്ന് വരും, ചിലപ്പോൾ അള്ളാഹു തല ശിക്ഷിച്ചെന്ന് വരും. രണ്ടും സംഭവിക്കാവുന്നതാണ്. ഇതിനാണ് ഇഹ്ബാത്തുൽ മുവാസന എന്ന് പറയുന്നതിനാണ്. അങ്ങനെ രണ്ട് നിലക്കുള്ള ഇഹ്ബാത്തുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ പറഞ്ഞത് ഇഹ്ബാത്ത് രണ്ട് ജാതി, ഹക്കീക്കി, മുവാസന. ഹക്കീക്കി ഓക്കെ, കാഫർ മൂമിൻ കാഫിറാവുക, അവൻ്റെതെല്ലാം പൊളിഞ്ഞു പോയി. രണ്ടാമത്തത് മുവാസനത്താണ്. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. എത്രയാണോ തെറ്റ് ചെയ്തത് അതിൻ്റെ കുറ്റം കിട്ടും, എത്രയാണോ നന്മ ചെയ്തത് അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് വളരെ വ്യക്തമാണ്. അപ്പം അതാണ് നമ്മൾ രണ്ട് തരാക്കി തിരിച്ചത്. രണ്ടാമത്തെ മുവാസനത്തിൽ രക്ഷപ്പെടും, ശാശ്വതമായിട്ട് എന്താക്കൂല, ശിക്ഷിക്കൂല. അതിൻ്റെ കതിർ, തെറ്റ് ചെയ്തതിൻ്റെ കതിർ. അപ്പം ഈമാനെ ബാധിക്കുന്ന, കേട് വരുന്നു, ഈമാന് കുറവ് വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതിനനുസരിച്ചുള്ള ശിക്ഷ എനിക്ക് കിട്ടും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഖദരിയാക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവർ പറയുന്നത് തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ പുറത്തു പോകുന്ന. മൂമിനിങ്ങൾക്ക് എന്ത് പാടില്ല, തെറ്റ് വരാൻ പാടില്ല. തെറ്റ് ചെയ്താൽ, കുറ്റങ്ങൾ ചെയ്താൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്നവർ പറയുന്നു. ഒക്കെ ഹഖീഖിയായ ഇഹ്ബാത്തേ ഉള്ളൂ എന്നവർ പറയുന്നത്. സവ്വൗ ബൈനൽ ഇഹ്ബാത്തൈനി, അവരെന്താക്കി, രണ്ട് ഇഹ്ബാത്തിൻ്റെ അടുക്കും സമമാക്കി. വഹക്കമു അലൽ ആസി ബി ഹുക്മിൽ കാഫിരി, ആശി തെറ്റ് ചെയ്തവന് കാഫിറിൻ്റെ കൂട്ടത്തിലാണ്, കാഫിറിൻ്റെ ഹുക്കുമാണ് അവർക്ക് എന്നവർ പറഞ്ഞു. ഓഹും മുഅ്ലമുൽ ഖദരിയ,
ഖദരിയരിൽ നിന്നുള്ള ഭൂരിഭാഗം ആളുകളും ആണ് ഖദരിയാക്കൾ ഉണ്ടോ. ആ നിലക്ക് അങ്ങനെ ഒരു കൂട്ടരും ഇതിനെയും ഗണ്ണിക്കൽ നമുക്ക് ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം തൈമി, അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്, ഫഖീഹാണ്, ആബിദാണ്. അദ്ദേഹമാണ് ആ സംഗതി പറഞ്ഞ് ഒരാളും ഞങ്ങളിൽ ഒരാളും അവരെ കൗലും അമലും വ്യത്യാസമാകുന്നതിനത്തോട് പേടിക്കാതെ ഇല്ല, എല്ലാം പേടിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം ലൗ കുന്തു സാദിഖൻ മാ ഫഅൽതു ഖിലാഫ മാ തഖൂലു, ലൗ കുന്ത സാദിഖൻ മാ ഫഅൽത ഖിലാഫ മാ തഖൂലു വഇന്നമാ ഖാല ദാലിക ലിഅന്നഹു കാന യഅലുൻ നാസ. അദ്ദേഹം ജനങ്ങളോട് എന്താക്കും, വഅദ് പറയും. എന്നിട്ട് അദ്ദേഹം പലതും റിവായത്ത് ചെയ്ത് വഅദ് പറയുമ്പം അവിടെ അത്രത്തോളം എനിക്കെന്താക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ പറയുന്ന മാതിരി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ഇതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ കൗലും ഫെയിലും ഒരുപോലെ ആവണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ലിമ തഖൂലൂന മാലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാലാ തഫ്അലൂൻ എന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് കൗലും ഫെയിലും എതിരാകുന്നത് വലിയൊരു തെറ്റാണ്. അത് കബറ മഖ്തൻ എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കോപം വലുതായിരിക്കും അങ്ങനത്തെ ആൾക്കാരെ കൊള്ളേ എന്ന്. അതുകൊണ്ട് അവർ പേടിക്കും, പറയാനൊക്കെ പേടിക്കുമായിരുന്നു എന്ന്. മുക്കദ്ദിബൻ എന്നുമുണ്ട്, മുക്കദ്ദബൻ എന്നുമുണ്ട്. അതിൽ മുക്കദ്ദിബൻ എന്ന് പറഞ്ഞാൽ പിന്നെ താൻ തന്നെ കളവാക്കുന്നവൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കളവാക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ് എന്ന് അതിനുദ്ദേശിക്കാം. ജനാസ പരിപാലനത്തിൽ പങ്കെടുത്താൽ അതിൻ്റെ കൂലി പറഞ്ഞ ഉടനെയാണ് ഈ ബാബു പറഞ്ഞിരിക്കുന്നത്. അത് തമ്മിലും പ്രത്യേക ബന്ധമുണ്ട്. ജനാസ പരിപാലനത്തിന് പങ്കെടുത്തുകൊണ്ട് ആ ജനാസയുടെ മേൽ നമസ്കരിക്കുകയും നമസ്കരിച്ച് പിരിഞ്ഞു പോന്നാൽ ഒരു ഖിറാത്ത് പ്രതിഫലമുണ്ടെന്നും, നിസ്കാരവും കഴിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുവച്ച് അതിനെ മറമാടി കഴിയുന്നത് വരെ അവിടെ അനുഗമിച്ചാൽ 2 ഖിറാത്ത് കൂലിയുണ്ടെന്നും പറഞ്ഞ ഹദീസിന് ശേഷമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അവിടെ ആ കൂലി കിട്ടാൻ പറഞ്ഞ ഹദീസിൽ ഇഹ്തിസാബൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് മറ്റൊരു ഉദ്ദേശവനില്ല, അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കൽ മാത്രമാണ് ഉദ്ദേശം. അത് ഒരു മുസ്ലിമിൻ്റെ മേലുള്ള ഹക്കാണെന്ന നിലയ്ക്ക് മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കൽ ഒരു മുസ്ലിമിൻ്റെ പരസ്പര ഹക്കുകളാണ് എന്ന നിലയ്ക്ക് അതിന് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നവനാണ് ഖിറാത്തുകളുള്ളത്. അല്ലാതെ ഇപ്പം പലരും മയ്യത്തിനെ പരിപാലനത്തിന് വേണ്ടി പങ്കെടുക്കാറുണ്ട്. പലരും വീട് സന്ദർശിച്ച് പോവാറാണ്, നിസ്കാരത്തിലും പങ്കെടുക്കൂല, പിന്നെ ബാക്കിയുള്ളതിനും പിന്നെ തീരും പങ്കെടുക്കൂല. അവർക്ക് ഈ കൂലിയൊന്നും ഇല്ലയെന്ന് അതിൻ്റെ അർത്ഥം. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ മയ്യത്തിനെ സന്ദർശിക്കുക, മയ്യത്തിനെ കാണുക, മയ്യത്തിനെ വീട് സന്ദർശിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ സാധാരണയാണ്. 2 കൂലി അവിടെ പറഞ്ഞത്, ഒന്ന് നിസ്കാരത്തിനാണ്, രണ്ടാമത് പറഞ്ഞത് മറമാടുന്ന സംഗതികളോട് ബന്ധപ്പെട്ടതാണ്. അവിടെയൊക്കെ തന്നെ ഇഹ്തിസാബൻ വേണം. ഇപ്പം ഒരാൾ മരിച്ചാൽ അദ്ദേഹം നമ്മൾ വന്നേ കാണൂലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അളിയൻ, അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ബന്ധുക്കൾ നമ്മളടുത്ത ആൾക്കാരാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഓലൊന്ന് ബോധ്യപ്പെടുത്തണം, ഞാനും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കാളിയാണെന്ന് ബോധ്യപ്പെടുത്തണം എന്ന നിലയ്ക്ക് സന്ദർശിക്കുന്നവരുണ്ട്. അത് മാത്രം ഉദ്ദേശിച്ച് സന്ദർശിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വജീഹിനെയും ഇതും കൂടെ ഉദ്ദേശിച്ച് സന്ദർശിക്കുന്നവരുണ്ടൊക്കെ ഉണ്ട്. ഇവിടെ പറഞ്ഞ കൂലി, ഖിറാത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പങ്കെടുക്കുന്നതിനാണ്. കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കുന്നതിന് തഅസിയത്ത്, അതിന് വേറൊരു കൂലിയുണ്ട്. സമാധാനിപ്പിക്കാനാണെങ്കിലും അവിടെ എന്ത് വേണം, മറ്റൊരു പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടാവരുത് എന്നുകൂടെ മനസ്സിലാക്കണം. അല്ലാത്തവർക്ക് ഈ ഖിറാത്തിൻ്റെ കൂലി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈമാനിൻ്റെ സിയാദത്തും നുക്സാനും ബന്ധപ്പെട്ട ഈ ഹദീസ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ നമ്മൾ കൂടി വായിക്കേണ്ടതാണ്. ആ ബാബിൽ ഇട്ടിരിക്കുന്ന ഒരു ഹദീസ്, 48ാമത്തെ ഹദീസ്, ഹദ്ദസന മുഹമ്മദ് ബിൻ അർഅറ ഖാല ഹദ്ദസന ശുഅബ അൻ സുബൈദിൻ ഖാല സഅൽതു അബാ വായിലിൻ അനിൽ മുർജിഅത്തി
ഫഖാൽ ഹദ്ദസനി അബ്ദുല്ലാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വ ഖിതാലുഹു കുഫ്റുൻ എന്ന് പറഞ്ഞിരിക്കുന്നു. സദഖ റസൂലുള്ളാഹി. ഇവിടെ സുബൈദ് എന്ന് പറയുന്ന ആള് അബാവായിനോട് ചോദിച്ചു, മുർജിയാക്കളെ സംബന്ധിച്ച് ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുർജിയാക്കൾ അവർ ഈമാൻ ഉണ്ടായാൽ മതി, എന്ത് ചെയ്താലും ഇതില്ല, തെറ്റില്ല എന്ന് പറഞ്ഞ കൂട്ടരാണ്. അവരെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഹദ്ദസനി അബ്ദുല്ലാഹി, അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സിബാബുൽ മുഅ്മിനി, മുഅ്മിനെ ചീത്ത പറയൽ, ഫുസൂഖുൻ, അത് ഫിസ്കാണ്, ദോഷമാണ്, കുറ്റമാണ്. വ ഖിതാലുഹു, അവനെ കൊല്ലലും അവനോട് യുദ്ധം ചെയ്യലും, കുഫ്റുൻ, അത് കുഫ്റുവാണ്. മുസ്ലിമിനോട് യുദ്ധം ചെയ്യുന്നത് കുഫറാണ്, മുസ്ലിമിനെ ചീത്ത പറയുന്നത് ഫിസ്കുമാണ് എന്ന് പറഞ്ഞു. എന്താ ഇത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം? ഇത് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ഇത് അമലുകളാണല്ലോ, ഇത് തെറ്റുകളാണല്ലോ. ഈ തെറ്റായ പ്രവൃത്തി ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കൂട്ടർക്കുള്ള മറുപടി ഖിതാൽ കുഫറാണ്. അപ്പോൾ ഖിതാൽ എന്ന് പറഞ്ഞത് ഒരു ഈമാനുള്ളവരാണെങ്കിലും അവർ ചെയ്താൽ എന്താണ്, അത് കുഫറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വാദം തെറ്റല്ലേ? മുർജിയാക്കളുടെ വാദം തെറ്റാണല്ലോ. മുസ്ലിമിനെ ചീത്ത പറഞ്ഞാൽ അവൻ ഫാസിക്കാവും. ഫാസിക്കാവും എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈമാൻ ചുരുങ്ങി, അവൻ്റെ ഈമാനിൽ നിന്ന് ഉണ്ടാക്കി ശോഷണം സംഭവിച്ചു, അതിനുള്ള ശിക്ഷ അവനക്കുണ്ടാവും തന്നെയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസ്ക് എന്ന് പറഞ്ഞാൽ അൽ ഖുറൂജ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഭാഷാർത്ഥം. ശറഇൽ അൽ ഖുറൂജ് അൻ താഅത്തില്ലാഹി വ റസൂലിഹി എന്നാണ്. അള്ളാഹുവിനും റസൂലിനും ഭയപ്പെടുന്നതിന് പുറത്തു പോവുക. ശറഇൻ്റെ ഉറുഫിൽ ഇസ്യാനേക്കാൾ കൂടുതൽ കുറച്ച് കടുപ്പമാണ് ഫിസ്ക്. അള്ളാഹു തആല പറഞ്ഞല്ലോ, വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഫർ, അത് കഴിഞ്ഞാൽ ഫിസ്ക്, അത് കഴിഞ്ഞാൽ ഇസ്യാൻ, അങ്ങനെ തെർത്തീബിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് അള്ളാഹു വെറുത്തിരിക്കുന്നു. കുഫർ വളരെ കട്ടിയുള്ള ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്, ഫുസൂഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജ്, ഇസ്യാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് എന്ന്. അപ്പം ഇവിടെ പറഞ്ഞത് മുസ്ലിമിനെ ചീത്ത പറഞ്ഞാൽ അത് ഫാസിക്കാണ്, അവൻ ഫിസ്കാണ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് കുഫറിലേക്ക് എത്തില്ലെങ്കിലും ഇസ്യാനേക്കാൾ കുറച്ചുകൂടെ മേലെയാണ് ആ സംഗതി. മുർജിയാക്കളുടെ വാദം അതുകൊണ്ടൊന്നും തെറ്റില്ല, ഈമാൻ യാതൊരു കേടും സംഭവിക്കൂല എന്നാണ്. തുടർന്നു കൊണ്ട് കുഫർ പറഞ്ഞു, ഖിതാൽ കുഫറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഖിതാൽ കുഫറാന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അർത്ഥം വെച്ചാൽ നമുക്ക് വേറൊരു ദോഷമുണ്ട്. അങ്ങനെ നമ്മൾ പറയുന്നില്ല. കുഫറിന് അവിടെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ എന്ന് പറയുന്നില്ല, കുറച്ച് വലിയ ദോഷം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മളതിനെ പറയുന്നത്. സതറ, അവന് മുസ്ലിമിനെ സഹായിക്കേണ്ടവനാണ്, ഇസ്ലാമിൻ്റെ നിയമം അതാണ്, അതിനെ മറച്ചു വെച്ചു, എന്നിട്ട് കത്തിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അസത്ര എന്നുള്ള ലോവിയായ അർത്ഥത്തിനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയൊരു ദോഷമാണ്, വൻദോഷമാണ്, വലിയ കുറ്റാണ് മനുഷ്യനെ കൊല്ലുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്ത് ദോഷം ചെയ്താലും, ശിർക്കല്ലാത്ത എന്ത് ദോഷം ചെയ്താലും അള്ളാഹു തആല അത് പൊറുക്കുന്ന ഖുർആനിൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. എങ്കിലും അത് വലിയ കുറ്റം തന്നെയാണ്. അതിനനുസരിച്ച് അവനെ നരകത്തിലിട്ട് ശിക്ഷിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലക്ക് ശിക്ഷിക്കും. അള്ളാഹ് മാഫ് കൊടുക്കും ചെയ്യുക, രണ്ടും ചെയ്യുക, അള്ളാഹിൻ്റെ അധികാരമാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ അപ്പോൾ കുഫറിന് ഖിതാലുഹു കുഫ്റുൻ എന്ന് പറയുന്നതിനും ശരിയായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ നമ്മൾ എന്താക്കുന്നില്ല, അർത്ഥം പറയുന്നില്ല എന്നുകൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മുർജിയത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ വാദം, ദോഷത്ര ചെയ്താലും ഈമാനിന് ഒരു നുക്സാനും വരില്ല, ഈമാൻ്റെ കമാലിയത്ത് നിലനിൽക്കും എന്നുള്ളതിനെ ഗണ്ണിക്കുകയാണ്. അത് ശരിയല്ല. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് അടുത്ത ഹദീസിൽ പറയുന്നത്,
49 ഹദീസ്. أخبرنا قتيبة بن سعيد حدثنا إسماعيل بن جعفر عن حميد حدثني أنس بن مالك قال أخبرني عبادة بن الصامت أن رسول الله صلى الله عليه وسلم خرج يخبر بليلة القدر فتلاحى رجلان من المسلمين فقال إني خرجت لأخبركم بليلة القدر وإنه تلاحى فلان وفلان فرفعت وعسى أن يكون خيرا لكم التمسوها في 7 و9 و5 صدق رسول الله. ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്നോട് പുറപ്പെട്ടു ജനങ്ങളുടെ അടുക്കലേക്ക്, പള്ളിയിലേക്ക്. യുഖ്ബിറു ബി ലൈലത്തുൽ ഖദർ, പുറപ്പെട്ടതിൻ്റെ ഉദ്ദേശം ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം രാത്രി ഏതാണെന്ന് ഉറപ്പിച്ച് പറയാനാണ്. ഇപ്പം നമുക്ക് ലൈലത്തുൽ ഖദർ റമദാൻ മാസം മുഴുവനും ആവാൻ സാധ്യതയുണ്ട്. അവസാനത്തെ 10 കൂടുതൽ അർജ, അതിൽ തന്നെ ഏറ്റവും അർജ ഒറ്റയിട്ട രാവിലാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് അറിയിച്ചു കൊടുക്കുകയും അത് ജനങ്ങളോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങുകയും ചെയ്തു. അപ്പോഴാണ് 2 കൂടിയിട്ട് ശണ്ട കൂടുന്നത് കണ്ടത്. ആ ശണ്ട കൂടിയ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതങ്ങോട്ട് വിട്ടുപോയി. ആ തീയതി ആ ദിവസം എന്നാണെന്നുള്ളത്, ഇത്രാം രാവാണെന്നുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് ശണ്ട കൂടുക എന്നുള്ളത്, മുസ്ലിങ്ങൾ ശണ്ട കൂടുക എന്നുള്ളത് അവിടെ ശൈത്താൻ ഇടപെടുന്ന സംഗതിയാണ്. ശൈത്താൻ ഇറങ്ങുന്നിടത്ത് ബർക്കത്തൊക്കെ എടുത്തു പോകും. അവിടെ ഒരു പൈശാചികമായ അന്തരീക്ഷമായിരിക്കും. നല്ല കാര്യങ്ങളൊക്കെ അവിടെ മൂടപ്പെടും. അതുകൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പം അത് മറന്നു പോയത് എന്തുകൊണ്ടാണ്? ഒരു ശണ്ട കൂടിയത് കൊണ്ട്, അവിടെ ശൈത്താൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ തലാഹ ഫുലാനുൻ ഒ ഫുലാനുൻ എന്ന് പറഞ്ഞല്ലോ. തലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ. അപ്പം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. തലാഹ എന്ന് പറയുന്ന ദോഷം ചെയ്തിട്ടുണ്ട്. കുറ്റം ചെയ്താലും ഇസ്ലാമിൽ നിന്ന് എന്തെല്ലാവരും പുറത്തെല്ലാവർക്കും മുസ്ലിങ്ങൾ തന്നെയാണ് നാമകരണം ചെയ്തിരിക്കുന്നത് എന്നുകൂടെ അതിന് മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പക്ഷേ നിങ്ങൾക്കത് ഹൈറായേക്കാം. ഏത്? ആ മറപ്പിക്കപ്പെട്ടത് ഹൈറായേക്കാം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണതിൽ ഹൈറുണ്ടല്ലോ. ഇപ്പോൾ 27 രാവാണെങ്കിൽ 25 രാവാണെന്ന് കണിശമായി പറഞ്ഞാൽ നിങ്ങളെ ജനങ്ങളൊക്കെ എന്തിനേ കിട്ടുള്ളൂ? ആ 27 ആ 25 ഏതാണോ ലൈലത്തുൽ ഖദർ ആ ദിവസം മാത്രം പണിയെടുത്തിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങും. വേറെയുള്ള ദിവസമൊന്നും നിങ്ങളതിന് വേണ്ടി ചെയ്യൂല. എന്നാൽ റമദാൻ മാസം മുഴുവനും ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ രാവിനെയും നിങ്ങൾ പ്രതീക്ഷിക്കും, അതിനു വേണ്ടി തയ്യാറെടുക്കും. അതൊരു ഹൈറല്ലേ? അതിനേക്കാൾ വലിയ ഹൈർ എന്താ ഉള്ളത്? അപ്പോൾ അതിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹൈറാവും എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. അത് നിങ്ങൾക്ക് ഹൈറാണ് എന്നാണല്ലോ. അങ്ങനെയല്ലേ? കൂടുതൽ സമയം, കൂടുതൽ ദിവസങ്ങൾ നിങ്ങളതിന് വേണ്ടി തിരയുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇബാദത്തെടുക്കും. ആ ഇബാദത്തെടുക്കുന്നത് ഹൈറാണ്, അത് ഈമാൻ വർദ്ധിക്കാൻ പറ്റിയ സംഗതിയാണ് എന്ന ഒരറിയിപ്പ് കൂടെ അതിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹദീസ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സാരം എല്ലാവർക്കും അറിയാം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാരിസൻ യൗമൻ ലിന്നാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ജനങ്ങൾക്ക് വെളിവായി അങ്ങനെ ക്ലാസ് എടുക്കാനും പറയാനും ഒക്കെ ഉള്ള അങ്ങനെ ഇരിക്കുകയാണ്. ഫാത്താഹു ജിബ്രീൽ. അപ്പോൾ അവിടെ ജിബ്രീൽ അലൈഹി സ്വലാം എന്ന മലക്ക് വന്നു. ജിബ്രീൽ എന്നാർക്കും അറിയില്ല, നല്ലൊരു മനുഷ്യൻ്റെ രൂപത്തിലാണ്. ഈ ഹദീസ് പല രൂപത്തിൽ വന്നിട്ടുണ്ട്, ഇത് വേറെ രൂപത്തിലാണ്. മുടി കറുത്ത, അദ്ദേഹത്തിൻ്റെ മേലിൽ ഒരു പൊടിപടലമില്ലാത്ത നല്ലൊരു സുന്ദരനായ ഒരു മനുഷ്യനായിട്ടാണ് വന്നത്. അയാൾ മദീനക്കാരനല്ല, ആർക്കും അദ്ദേഹത്തെ പരിചയമില്ല. എന്നാൽ ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വന്ന ആളാണെന്നും അറിയുന്നുമില്ല, അടയാളങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരാൾ വന്ന് നബിയോട് മുട്ടുംകാല് ചേർത്തിരുന്ന് എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളത്. ഇവിടെ ജിബ്രീൽ വന്നു എന്ന് തന്നെ ആദ്യം അങ്ങ് പറഞ്ഞതാ. അപ്പോൾ കാല എന്നിട്ട് ചോദിച്ചത് മൽ ഈമാനു,
ഈമാൻ എന്താണ്, എന്താ ഈമാൻ എന്ന് പറയുന്നതിൻ്റെ മാഹിയത്താണ് ചോദിക്കുന്നത്. കാല അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികത്തിഹി, മറ്റേ ഹദീസിൽ മലായികത്തിഹി വ കുതുബിഹി വ റുസുലിഹി എന്നൊക്കെ ഉള്ളത്, ഇതിൽ മലായികത്തിഹി വ ബിലിഖാഇഹി. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, മലക്കളെ കൊണ്ട് വിശ്വസിക്കുക. വ ബിലിഖാഇഹി എന്ന് പറഞ്ഞാൽ മരിച്ച് ഹയാത്താക്കും, അതിന് ശേഷമുള്ള ലിഖായ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടു. മരണത്തിന് ശേഷം പുനർജന്മം, ബഅസ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കുക, വിചാരണ, അള്ളാഹുവിനെ കാണുക തുടങ്ങിയതൊക്കെ അതിൽപ്പെട്ടു. റുസുലിഹി, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. തുഅ്മിന ബിൽ ബഅസി എന്ന് പിന്നെ പറഞ്ഞു, ബഅസ് കൊണ്ട് വിശ്വസിക്കുക, പുനർജന്മം. അത് കഴിഞ്ഞപ്പം കാല, അപ്പോൾ ഈമാൻ കാര്യം വേറെ നിലക്ക് കുറേ പറഞ്ഞു. കാല മൽ ഇസ്ലാമു, പിന്നെ ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ കാല അൽ ഇസ്ലാമു അൻ തഅബുദല്ലാഹ വലാ തുശ്രിക ബിഹി വ തുഖീമസ്സലാഹ്, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക, വേറെ ആരെയും പങ്കു ചേർക്കാതിരിക്കുക, നിസ്കാരം നിലനിർത്തുക, തുഅദ്ദി സക്കാത്ത് കൊടുത്ത് വീട്ടുക, മഫ്റൂള, സക്കാത്ത് മഫ്റൂളായതിനെ വീട്ടുക. മഫ്റൂളായ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിശ്ചിത കണക്കിലുള്ള സക്കാത്ത്, അതേ നിർബന്ധമുള്ളൂ. മറ്റത് സദക്കകളാണ്, അത് നിർബന്ധമല്ല. തസ്സൂമ റമദാനിൽ നോമ്പ് നോൽക്കുക. ഹജ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ, മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. കാല മൽ ഇഹ്സാൻ, പിന്നെ മൂന്നാമത് ചോദിച്ചത് ഇഹ്സാൻ എന്താണെന്നാണ്. കാല ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുക, മോഡിഫിക്കേഷൻ. ഈ ഇബാദത്തുകളൊക്കെ ഈ വിശ്വാസത്തിനൊക്കെ സുന്ദര രൂപത്തിൽ ടോപ്പിലെത്തിക്കുക. അതിൻ്റെ സംഗതി എന്താണെന്നാണ് ചോദിക്കുന്നത്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക, നീ അവനെ കാണുന്നത് പോലെ. തൊഴിലിൻ്റെ ഉടമ തൊഴിലാളിയെ നിരീക്ഷിക്കുന്നു എന്ന് കണ്ടാൽ തൊഴിലാളി എങ്ങനെയാണ് ജോലി ചെയ്യുക? വളരെ കണിശമായി നല്ല നിലയിൽ ജോലി ചെയ്യും. കാരണം വൈകുന്നേരം കൂലിക്ക് ചെല്ലുമ്പോൾ കൂലി കിട്ടണമെങ്കിൽ മുതലാളിക്ക് തൃപ്തി വരണം, ആ നിലയ്ക്ക് ജോലി ചെയ്യണം. അതുകൊണ്ടാണ് നീ ഇബാദത്തെടുക്കുന്നു, നീ എവിടെയോ ഗഫലത്തിലായിക്കൊണ്ട് ഇബാദത്തെടുത്താൽ അത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇഹ്സാൻ പദവി ഉയരൂല, ഈമാൻ്റെ ഉയർച്ച കിട്ടൂല. ഉയർച്ച കിട്ടണമെങ്കിൽ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്തെടുക്കണം, അതാണ് ഇഹ്സാൻ. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാഖ്, നീ അവനെ കാണുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ ശരിയാണ്, പക്ഷെ ഫഹുവ യറാഖ്, അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അവനിക്കറിയാം എന്ന ബോധം നിനക്ക് വേണം. അങ്ങനെ ഇബാദത്തെടുക്കണം എന്ന് പറഞ്ഞു. കാല, അപ്പം അദ്ദേഹം വീണ്ടും ചോദിച്ചു, മത്ത സാഴത്തു, ഖിയാമന്നാൾ എപ്പോഴാണെന്ന് ചോദിച്ചു, ഖിയാമന്നാളിൻ്റെ ഡേറ്റ്. കാല മൽ മസ്ഊൽ അൻ ബി അലം മിന സായിൽ, ചോദിക്കപ്പെട്ട ആൾ, അതായത് ഞാൻ ഈ ഉള്ളവൻ, അതിനെ സംബന്ധിച്ച് ചോദ്യകർത്താവിനേക്കാൾ ഏറ്റവും അറിവുള്ളവനല്ല, ചോദിച്ച താങ്കളേക്കാൾ അറിവുള്ളവനല്ല ആ വിഷയത്തിൽ എന്ന് പറഞ്ഞു. വസ ഉഖ്ബിറുക അൻ അശ്റാത്തിഹ, പിന്നെ അതിൻ്റെ ചില അടയാളങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അന്നുണ്ടാകാൻ പോകുന്ന ഖിയാമത്തിനോട് അടുത്ത ചില അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങളാണ് പറഞ്ഞത്. ഇതാ വലതത്തിൽ അമത്തു റബ്ബഹ, ഒരടയാളം അതാണ്. അമത്ത് അതിൻ്റെ യജമാനനെ പ്രസവിക്കുക, അവളുടെ യജമാനനെ പ്രസവിക്കുക. എന്താണ് പറഞ്ഞത്? ഇതിന് രണ്ട് ആദ്യം അർത്ഥം കൊടുത്തിട്ടുണ്ട്. സറാരികൾ അധികരിക്കുക, എന്നിട്ട് അതിലുണ്ടാകുന്ന കുട്ടികൾ സ്വതന്ത്രന്മാരും അവരെ ഉമ്മമാർ അവരെ അടിമകളും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള നേരെയുള്ള അടിമ സമ്പ്രദായം തന്നെ അല്ല. ഖിയാമന്നാൾ അടുക്കുന്ന സമയത്ത് റുക്കൂക്കുൽ വാരിദൈനി, ഉമ്മയോട് റുക്കൂക്കുണ്ടാവും, നന്ദികേട് കാണിക്കും. നമ്മൾ കാണണ്ടല്ലോ ഉമ്മാരെ കൊല്ലുന്നതും അറക്കണതും ഒക്കെ മക്കൾ. ആ നിലയ്ക്ക് വ്യാപകമാകും എന്നാണ്. അടിമ സ്ത്രീയോട് പെരുമാറുന്നത് പോലെ ഉമ്മമാരോട് പെരുമാറുക, ഓരോ കൂലിവേല എടുക്കുന്ന, ഓരോ ജോലി എടുക്കുന്ന ഒരു വേലക്കാരിയായിട്ട് അവരോട് പെരുമാറുക. ഉമ്മൻ്റെതായിരിക്കുന്ന ആ സ്ഥാനം വകവെച്ച് കൊടുക്കാതെ പോവുക എന്നർത്ഥമുണ്ട്. വൈദാ തത്താവല റുആത്തുൽ ഇബിലിൽ ബുഹ്മു ഫിൽ ബുന്യാൻ, ഈ താഴ്ന്ന വർഗം എന്ന് പറയുന്ന താഴ്ന്ന ജോലിയൊക്കെ ചെയ്യുന്ന ആളുണ്ടല്ലോ, ആട്ടിടയന്മാർ, ഒട്ടകത്തിന് മേക്കുന്നവർ, അടിച്ചു വാരുന്നവർ, അങ്ങനെ പിന്നെ താഴ്ന്ന ജോലിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ, അവർ വലിയ പണക്കാരായിട്ട്
വലിയ വലിയ കോട്ടകോത്തളങ്ങളൊക്കെ പണിയും, വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കും എന്ന്. അത് ഖിയാമത്തിൻ്റെ ഒരു ഒരടയാളമാണ്. അതായത് ധനം ഉണ്ടാകും, ധനം വർദ്ധിക്കും. അത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്നവരും വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ സ്വത്തിൻ്റെ ഉടമകളായി തീരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ എന്താ ദോഷം ചോദിച്ചാൽ, ധാർമ്മികത കുറയുകയും സമ്പത്ത് പെരുക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ദോഷം പലതാണ്. അത് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. സാമ്പത്തികമായിട്ട് ഇന്ന് വർധനവ്, ഒഴുക്ക് ഉണ്ട്. പക്ഷെ ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് അത് കൂപ്പുകുത്തും എന്നുള്ളത് നമുക്ക് അനുഭവമാണ്. അങ്ങനെ ഒരു സൂചനയാണ് അതിനുള്ളത്. ഫീ ഖംസിൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്. 5 കാര്യത്തിൽപ്പെട്ടതാണ് സാഅത്തിൻ്റെ കാര്യവും. 5 കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. അത് അല്ലാഹു അല്ലാതെ വേറെ ആരും അറിയില്ല. അങ്ങനത്തെ 5 കാര്യത്തിൽപ്പെട്ടതാണ് സാഅത്ത്. അതെപ്പോഴാണ് എന്നുള്ളത് അവൻ ആരെയും അറിയിച്ചു കൊടുത്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. സുമ്മത്തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് സാഅത്തിൻ്റെ വിവരം, ഖിയാമത്ത് നാളിൻ്റെ വിവരം അവൻ്റെ അടുക്കൽ മാത്രമുള്ളതാണെന്ന് ഓതിക്കൊടുത്തു. അതും കഴിഞ്ഞ് ആ വന്ന മനുഷ്യൻ ജിബ്രീൽ അലൈഹിസ്സലാം സുമ്മ അദ്ബറ, ജിബ്രീലാന്ന് വന്നവർക്കാർക്കും മനസ്സിലായിട്ടില്ലല്ലോ, അദ്ദേഹം പിന്നിട്ട് പോയി. അയാൾക്ക് കിട്ടേണ്ടേ കിട്ടിയ ആൾ പോയി. ഫക്കാല, കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുദ്ദൂഹു, നിങ്ങൾ അയാളോട് മടക്കി വിളിക്കുകയായിരുന്നു, കുറച്ചുകൂടി വർത്താനം പറയാണ്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയായിരുന്നു. ഫലം യറൂ ചെയ്യുന്നു. അപ്പോൾ അവരവിടെ തിരഞ്ഞു നോക്കുമ്പോൾ ഒരാളെയും കാണുന്നില്ല, ഒരു സാധനം അവിടെ അല്ല. പിന്നെ ആരായി വന്നാൾ? ഇപ്പോഴാണ് ഒരുത്തുണ്ടാക്കുന്നത്. എവിടെ പോയ വഴിയും കാണുന്നില്ല, പോയ ആളി അടയാളമൊന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണല്ലോ, മലക്കുകൾ പ്രത്യക്ഷപ്പെടും, അവരങ്ങോട്ട് പോവും. നമ്മൾ പോണ മാതിരി പോയാൽ അങ്ങനെ മറിയലൊന്നുമല്ല, അങ്ങോട്ട് ഇല്ലാതാവില്ല, നമ്മളെ കാഴ്ചയിലില്ലാതാവില്ല. അപ്പോൾ കാല, അപ്പോൾ ഇവരൊക്കെ ബേജാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജിബ്രീൽ, ഇതാണ് ജിബ്രീൽ. ജാ, അദ്ദേഹം വന്നത് യുഅല്ലിമുന്നാസ, ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, ദീനഹും, അവരുടെ ദീനെ പഠിപ്പിക്കാൻ വന്നതാണ്. അപ്പം അദ്ദേഹം ചോദിച്ച കാര്യങ്ങളൊക്കെ ദീനാണ്, അതുതന്നെയാണ് ദീന്. ദീനിന്ന് പുറത്തായിട്ടൊന്നും സംഗതി അയാൾ ചോദിച്ചിട്ടില്ല, ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ദീനാണ് എന്ന് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതിൻ്റെ അത് തന്നെ. കാല അബൂ അബ്ദുല്ല പറഞ്ഞു, അത് ബുഖാരി ഇമാം, അദ്ദേഹം പറയാണ്, ജഅല ദാലിക കുല്ലഹു മിനൽ ഈമാൻ, ഈ പറഞ്ഞതൊക്കെ ഈമാനിൽ പെടുത്തിയല്ലപ്പം നമ്മൾ ആ നിലക്കാണ് സംസാരിച്ച് പോരുന്നത്, അത് മനസ്സിലാക്കിയാൽ മതി. ബാബു സുആലി ജിബ്രീല അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഈമാനി വൽ ഇസ്ലാമി വൽ ഇഹ്സാനി വ ഇൽമി സ്സാഅ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഈമാനെ കുറിച്ച് ചോദിച്ചു, ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഇഹ്സാനെ കുറിച്ച് ചോദിച്ചു, ഇൽമു സാഅത്തിനെ കുറിച്ച്, ഖിയാമത്ത് നാളിൻ്റെ വിവരത്തിനെ സംബന്ധിച്ചൊക്കെ ചോദിച്ചു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചു, പല കാര്യങ്ങളാണല്ലോ. എന്നിട്ട് ഒബയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചതിനൊക്കെ മറുപടി കൊടുത്തു, വിവരിച്ചു കൊടുത്തു. അതിൻ്റെയും ബാബാണ്. സുമ്മ കാല, ആ വിവരിച്ചു കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാ ജിബ്രീൽ അലൈഹിസ്സലാം, അതായത് അവിടെ സദസ്സിലുണ്ടായിരുന്ന ഉമർ ഖത്താബ് അടക്കമുള്ള ആളുകളോട് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്, അദ്ദേഹം വന്നു. അദ്ദേഹം വന്നത് എന്തിനായി? യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചതും നബി ഉത്തരം പറഞ്ഞതും അവിടെ കൂടിയ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചോദിച്ചതും പറഞ്ഞതൊക്കെ ദീനാണ്, എല്ലാം ദീനാണ് എന്ന് വരുന്നില്ലല്ലോ, അത് പറയലാണ് ഉദ്ദേശം. എല്ലാം ദീനാണ്. അതിലിപ്പോൾ എന്തൊക്കെ പെട്ട്? ഈമാൻ പെട്ടു, ഇസ്ലാം കാര്യം പെട്ടു, ഇഹ്സാൻ കാര്യം പെട്ടു, അശ്റാത്തു സാഹ പെട്ടു. ഇതൊക്കെ
അതിൽപ്പെട്ടതാ. ഫജഅല, അതാ പറയുന്നത്, ഫജഅല ദാലിക കുല്ലഹു ദീന, ഈ പറഞ്ഞ സംഗതികളൊക്കെ ദീനായിട്ടാണല്ലോ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒമാ ബയ്യന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫ്ദി അബ്ദുൽ ഖൈസ് മിനൽ ഈമാൻ, അബ്ദുൽ ഖൈസിൻ്റെ വഫ്ദ് റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് ഈമാൻ കാര്യം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശ്വാസ കാര്യങ്ങൾക്ക് പുറമെ നിസ്കാരം, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതും അങ്ങനെ തന്നെയാണ്, എല്ലാം ഈമാനായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ഓ ഖൗലിഹി തആല ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ആലി ഇംറാൻ 85 പറയുന്നുണ്ട്. ഇസ്ലാം അല്ലാത്തതിനെ വല്ലവനും തേടിയാൽ, ദീനായിട്ട് തേടിയാൽ അവന് സ്വീകരിക്കൂല. ദീൻ ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇസ്ലാം മാത്രമേ ദീൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായതുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇസ്ലാമിനെ ദീൻ എന്ന് പറഞ്ഞു, ഇസ്ലാം അല്ലാത്തതിനും ദീൻ എന്ന് പറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 50-ാമത്തെ ഹദീസ്, ഹദ്ദസന മുസദ്ദദുൻ ഖാല ഹദ്ദസന ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അഖ്ബറന അബൂ ഹയ്യാൻ തൈമി അൻ അബി സുർഅ അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാരിസൻ യൗമൻ ലിന്നാസി ഫഅതാഹു ജിബ്രീൽ ഫഖാല മൽ ഈമാനു ഖാല അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വബിലിഖാഇഹി വറുസുലിഹി വതുഅ്മിന ബിൽ ബഅസി ഖാല മൽ ഇസ്ലാമു ഖാല അൽ ഇസ്ലാമു അൻ തഅബുദല്ലാഹ വലാ തുശ്രിക ബിഹി ഷൈഅ وتقيم الصلاة وتؤدي الزكاة المفروضة وتصوم رمضان قال ما الإحسان قال أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك قال متى الساعة قال ما المسؤول عنها بعلم من السائل وسأخبرك عن أشراطها إذا ولدت الأمة ربها وإذا تطاول رعاة الإبل أسأل بهم في البنيان في 5 لا يعلمهن إلا الله ثم تلا النبي صلى الله عليه وسلم إن الله عنده علم الساعة لقمان 34 الآية ഓതി. ثم أدبر فقال ردوه فلم يروا شيئا فقال هذا جبريل جاء يعلم الناس دينهم قال أبو عبد الله جعل ذلك كله من الإيمان صدق رسول الله.